അപ്പോൾ ടോൾസ്റ്റോയെ പോലെയാണ്, മഹാത്മാഗാന്ധിയെ പോലെയാണ്, അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്ന ആളാണ് ട്രംപ്. ട്രംപിന് ഇവൻ്റെ ഈ തൊലിഞ്ഞ സമ്മാനം കിട്ടിയില്ല വെച്ച് പുള്ളിക്ക് പ്രത്യേകിച്ച് യാതൊരു അപകർഷവും സംഭവിക്കുന്നില്ല. പുള്ളിയുടെ മഹത്വത്തെപ്പറ്റി ഏറ്റവും ബോധ്യമുള്ള ആൾ, പുള്ളി അത്ര മിടുക്കനാണ് എന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഏറ്റവും ത്വരയുള്ള ആൾ അത് അദ്ദേഹം തന്നെയാണ്. പുള്ളിയുടെ ഭരണകാലത്ത് ലോക സമാധാനത്തിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടായി? ഇല്ല, യാതൊരു പുരോഗതി ഉണ്ടായില്ല. ലോക അസമാധാനം വർദ്ധിച്ചു എന്ന് മാത്രം. അരക്കിറുക്കനായ ഒരാൾ അതിനു മുമ്പ് ഒരിക്കലും അമേരിക്കയിൽ പ്രസിഡൻ്റായിട്ടില്ല. അതുകൊണ്ട് ഒരു കിറുക്കൻ അമേരിക്കൻ പ്രസിഡൻ്റായാലും എങ്ങനെ ഇരിക്കും എന്നറിയാൻ പറ്റി. വെറുതെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. എങ്കിൽ പോലും ഇദ്ദേഹം പ്രസിഡൻ്റ് ആകണം എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും എൻ്റെ ഹൃദയം ട്രംപിനൊപ്പം വരും. എനിക്കത് പറയാനായിട്ട് യാതൊരു മടിയുമില്ല, യാതൊരു നാണവുമില്ല, ഉളുപ്പുമില്ല. അദ്ദേഹം ഹിലരി ക്ലിൻ്റനുമായിട്ട് മത്സരിച്ച സമയത്ത് പോലും എൻ്റെ ഹൃദയം അദ്ദേഹത്തിന് പിന്തുണയായിരുന്നു. എൻ്റെ ബുദ്ധി ഹിലരിക്കാണ് സപ്പോർട്ട് കൊടുത്തെങ്കിലും ഹൃദയം ട്രംപിൻ്റെ കൂടെയായിരുന്നു. 1815 വാട്ടർലൂ യുദ്ധത്തിൽ ആര് ജയിച്ചു എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. കാര്യം നമുക്കറിയാം, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ നയിച്ച ബ്രിട്ടീഷ് സൈന്യം അവസാന സമയത്ത് പ്രഷ്യൻ സൈന്യത്തിൻ്റെ കൂടെ ഒരു സഹായം കിട്ടിയതുകൊണ്ട് അവിടെ യുദ്ധം ജയിച്ചു. അത് യൂറോപ്പിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ ചരിത്രം തിരുത്തി കുറിച്ച ഒരു വലിയ സംഭവമായിരുന്നു. പക്ഷെ ആരും തന്നെ വാട്ടർലൂവിൽ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ ജയിച്ചു എന്ന് പറയാറില്ല. ജയിച്ചത് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടണാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ബ്രിട്ടനിൽ വലിയ സ്വീകാര്യത ഉണ്ടായി. പൊതുസ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ സ്ഥാപിച്ചു. അദ്ദേഹം 2 തവണ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി വരികയും. പക്ഷേ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ ജയിച്ചു എന്നല്ല പറയുന്നത് നെപ്പോളിയൻ തോറ്റു എന്നാണ്. അപ്പോൾ ജയിച്ചാലും തോറ്റാലും വാട്ടർലൂവിലെ യഥാർത്ഥ താരം വെല്ലിംഗ്ടൺ അല്ല, അത് നെപ്പോളിയനാണ്. ഇപ്പോൾ ഇത് ഓർക്കാനുള്ള കാര്യം എന്താണ്, പറയാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിചാരിക്കും. ഈ 2025 ആണ്ടിലെ നൊബേൽ സമ്മാനത്തെ സംബന്ധിച്ചിടത്തോളം അത് ആർക്ക് കിട്ടി എന്നുള്ളതല്ല, ആർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് നാട്ടിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ ഡൊണാൾഡ് ട്രംപിനോട് വലിയ എതിർപ്പും വിദ്വേഷമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹവും വാത്സല്യവും അഗാധമായ ആദരവുമാണ് ഉള്ളത്. ഞാൻ ഇതുവരെ അദ്ദേഹത്തെ ദൂഷിച്ചോ അദ്ദേഹത്തെ പരിഹസിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം ഹിലരി ക്ലിൻ്റനുമായിട്ട് മത്സരിച്ച സമയത്ത് പോലും എൻ്റെ ഹൃദയം അദ്ദേഹത്തിന് പിന്തുണയാണ്. എൻ്റെ ബുദ്ധി ഹിലരിക്കാണ് സപ്പോർട്ട് കൊടുത്തെങ്കിലും ഹൃദയം ട്രംപിൻ്റെ കൂടെയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അമേരിക്കയിൽ പല പ്രമുഖ വ്യക്തികളും പല തലത്തിൽ നിന്നും വന്ന ആളുകൾ പ്രസിഡന്റുമാരായിട്ട്, ഇപ്പോൾ വുഡ്രോ വിൽസനെ പോലെ വലിയ പണ്ഡിതന്മാരായിട്ടുള്ള സർവകലാശാല പ്രൊഫസർമാർ ആയിട്ടുണ്ട്. ജോർജ് വാഷിങ്ടനെ പോലെ, യുളീസസ് എസ് ഗ്രാൻഡിനെ പോലെ, അതുമല്ലെങ്കിൽ ഡ്വൈറ്റ് ഡി ഐസനോവറെ പോലെയുള്ള സൈനിക മേധാവികൾ അമേരിക്കൻ പ്രസിഡന്റുമാരായിട്ട്, റൊണാൾഡ് റീഗനെ പോലെ പഴയ സിനിമാ നടൻ പ്രസിഡൻ്റായിട്ട്, കെന്നഡിയെ പോലെ വലിയ കോടീശ്വരൻ ആയിട്ടുണ്ട്, ജിമ്മി കാർട്ടറെ പോലെ ഒരു നിലക്കടല കർഷകൻ പ്രസിഡൻ്റായിട്ടുണ്ട്. ഇങ്ങനെ പലരും ആ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിലും അരക്കിറുക്കനായ ഒരാൾ അതിനു മുമ്പ് ഒരിക്കലും അമേരിക്കയിൽ പ്രസിഡൻ്റായിട്ടില്ല. അതുകൊണ്ട് ഒരു കിറുക്കൻ അമേരിക്കൻ പ്രസിഡൻ്റായാലും എങ്ങനെ ഇരിക്കും എന്നറിയാൻ പറ്റി. വെറുതെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. എങ്കിൽ പോലും ഇദ്ദേഹം പ്രസിഡൻ്റ് ആകണം എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. പുള്ളി പ്രസിഡൻ്റായപ്പോൾ ഉള്ളുകൊണ്ട് സന്തോഷിച്ച ആളുമാണ്. ഇപ്പോഴും ആ സന്തോഷം എനിക്കുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും എൻ്റെ ഹൃദയം ട്രംപിനൊപ്പം വരും. എനിക്കത് പറയാനായിട്ട് യാതൊരു മടിയുമില്ല, യാതൊരു നാണവുമില്ല, ഉളുപ്പുമില്ല. കാരണം ട്രംപിനെ പോലെ ട്രംപ് മാത്രമാണ്, ഇതിനു മുമ്പ് ഒരാളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ജെഫേഴ്സനെ പോലെ, മാഡിസനെ പോലെ, മൺട്രോയെ പോലെയൊക്കെയുള്ള ഗഡാഗഡിയന്മാരായിട്ടുള്ള ആളുകൾ പ്രസിഡന്റുമാരായിട്ടുണ്ട്. എബ്രഹാം ലിങ്കണായിട്ടുണ്ട്, ജോൺ എഫ് കെന്നഡി ആയിട്ടുണ്ട്, തിയോഡർ റൂസ്വെൽട്ടും ഫ്രാങ്ക്ലിൻ റൂസ്വെൽട്ടും അമേരിക്കൻ പ്രസിഡന്റുമാരായിട്ടുണ്ട്. പക്ഷേ ഇവരാരെ പോലെയും അല്ല ട്രംപിനെ പോലെ ട്രംപ് മാത്രം. മലയാളത്തിൽ പറയാൻ വെച്ചാൽ അനന്വയം എന്നൊരു അലങ്കാരമുണ്ട്. തനിക്ക് സമമായി താൻ തന്നെ എന്ന് ചൊന്നാൽ അനന്വയം എന്നാണ് അതിൻ്റെ ലക്ഷണമായിട്ട്. AR രാജരാജവർമ്മ കോയി തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ വൃത്തമഞ്ജരിയിലാണോ അല്ലെങ്കിൽ ഭാഷാഭൂഷണത്തിലായിരിക്കും അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എവിടെയാണെങ്കിലും പുള്ളി പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചുള്ള ഒരു അനന്വയ അലങ്കാരമാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം ജെഫേഴ്സനുമല്ല, മാഡിസനുമല്ല, അദ്ദേഹം തിയോഡർ റൂസ്വെൽട്ടും അല്ല, ഫ്രാങ്ക്ലിൻ റൂസ്വെൽട്ടും അല്ല, അദ്ദേഹം ജോൺ എഫ് കെന്നഡിയും അല്ല,
ബറാക്ക് ഒബാമയുമല്ല. അതേ ഡൊണാൾഡ് ട്രംപാണ്. ട്രംപിനെ പോലെ ട്രംപ് മാത്രം. പിന്നെ ട്രംപ് ലോക സമാധാനത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ്. അത് നമുക്കറിയാവുന്ന പോലെ പുള്ളിക്കും അറിയാം. പുള്ളിയുടെ മഹത്വത്തെപ്പറ്റി ഏറ്റവും ബോധ്യമുള്ള ആൾ, പുള്ളി എത്ര മിടുക്കനാണ് എന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഏറ്റവും ത്വരയുള്ള ആൾ അത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മഹത്വം നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിന് തന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പുള്ളി സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം കിട്ടണം എന്ന് ഉത്കടമായി അഭിലഷിച്ചത്, ആഗ്രഹിച്ചത്. പുള്ളി ആൾ ശുദ്ധനായതുകൊണ്ട്, ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ യാതൊരു മടിയില്ലാത്ത ആളായതുകൊണ്ട്, അദ്ദേഹം നിഷ്കളങ്കനായതുകൊണ്ട് അത് പറഞ്ഞു. സത്യം പറഞ്ഞ് ഈ ബറാക്ക് ഒബാമ ലോക സമാധാനത്തിന് എന്ത് വാഴക്ക സംഭാവന ചെയ്തിട്ടാണ് പുള്ളിക്ക് ഈ സമ്മാനം കൊടുത്തത്? വല്ല കാര്യം ഉണ്ടായിട്ടാണോ? അല്ല. പുള്ളിയുടെ ഭരണകാലത്ത് ലോക സമാധാനത്തിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടായി? ഇല്ല, യാതൊരു പുരോഗതി ഉണ്ടായില്ല. ലോക അസമാധാനം വർദ്ധിച്ചു എന്ന് മാത്രമേ. പക്ഷേ ട്രംപിൻ്റെ സ്ഥിതി അതാണോ? പുള്ളി ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് സലാമത്താക്കി. ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും അംഗീകരിക്കില്ല എങ്കിൽ പോലും പുള്ളിക്കാരൻ. അത് കഴിഞ്ഞതേ അറബ് ഇസ്രായേൽ പ്രശ്നം എത്ര കൊല്ലമായിട്ട് നടക്കുന്നതാണ്. പുള്ളി ഒരൊറ്റ അന്ത്യശാസനം കൊടുത്തപ്പോൾ ആ ഇസ്രായേലും വഴങ്ങി, ഹമാസും വഴങ്ങി. അതാണ് ട്രംപ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഒരേ ഒരു സംഗതിയാണ്. അത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണ്. പുള്ളി ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം അത് ഉത്തീർപ്പാക്കും. ഇതൊക്കെ കഴിഞ്ഞാലും നൊബേൽ സമാധാന കമ്മിറ്റിക്കാർ ഇദ്ദേഹത്തിൻ്റെ മഹത്വം അംഗീകരിക്കില്ല എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ വെനിസ്വേലയിലോ എങ്ങനെയുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് ഇതിൻ്റെ തെരഞ്ഞെടുത്തത്. ആ നൊബേൽ സമ്മാനം കിട്ടുന്ന 20ാമത്തെ വനിതയാണ് ഈ മഹതി എന്ന് പറയും. അപ്പോൾ 2025 നൊബേൽ സമ്മാനം മറിയ കൊറീന മച്ചാഡോയ്ക്ക് കിട്ടി എന്നാണോ നമ്മൾ പറയേണ്ടത്? അതോ ഡൊണാൾഡ് ട്രംപിന് കിട്ടിയില്ല എന്നാണോ പറയേണ്ടത്? ഏതായാലും ട്രംപിന് കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ലോക സമാധാനത്തിന് നൽകിയ സംഭാവനകൾ ആർക്കെങ്കിലും വിസ്മരിക്കാൻ പറ്റും? അങ്ങനെ വിസ്മരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ നൊബേൽ സാഹിത്യ സമ്മാനം കൊടുക്കാൻ തുടങ്ങിയത് 1901 മറ്റോ. 1910-11 വരെ ജീവിച്ചിരുന്ന ആളാണ് ലിയോ ടോൾസ്റ്റോയ്. ടോൾസ്റ്റോയ്ക്ക് ഒരു നൊബേൽ സമ്മാനം കൊടുക്കാനായിട്ട് ആ കമ്മിറ്റിക്കാർക്ക് പറ്റിയില്ല. അവർ 9 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം വേറെ പല യോഗ്യന്മാരെ കണ്ടുപിടിച്ച് അവർക്ക് സമ്മാനം കൊടുത്തു. ഈ സമ്മാനിതരായ ആളുകളെ ആരെങ്കിലും ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ടോ? ഒറ്റ ആൾ ഓർമ്മിക്കുന്നില്ല. അവരെ ഭാര്യയും പിള്ളേരും അല്ലെങ്കിൽ കുടുംബക്കാർ ചിലപ്പോൾ ഓർക്കണ്ടാവും, അല്ലാതെ ആരും ഓർമ്മിക്കത്തില്ല. പക്ഷേ ടോൾസ്റ്റോയുടെ സ്ഥിതി അതാണ്. ടോൾസ്റ്റോയ് ഇന്നും ലോകമെമ്പാടും ഓർമ്മിക്കപ്പെടും. അത് ടോൾസ്റ്റോയ്ക്ക് തുല്യമായിട്ട് ടോൾസ്റ്റോയ് മാത്രം. അതുപോലെ നമ്മുടെ മഹാത്മാഗാന്ധി, അദ്ദേഹത്തിൻ്റെ പേര് എത്ര തവണ ഇവർ പരിഗണിച്ചാണ്? ഒരു തവണ പോലും പുള്ളിക്ക് കൊടുത്തില്ല. ഇനി നൊബേൽ സമാധാന സമ്മാനം കിട്ടിയില്ല എന്നുള്ള കാരണത്താൽ മഹാത്മാഗാന്ധിക്ക് എന്തെങ്കിലും അപകർഷം സംഭവിച്ചു? അതും ഉണ്ടായിട്ടില്ല. അപ്പോൾ ടോൾസ്റ്റോയെ പോലെയാണ്, മഹാത്മാഗാന്ധിയെ പോലെയാണ്, അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്ന ആളാണ് ട്രംപ്. ട്രംപിന് ഇവൻ്റെ ഈ തൊലിഞ്ഞ സമ്മാനം കിട്ടിയില്ല എന്ന് വെച്ചാൽ പുള്ളിക്ക് പ്രത്യേകിച്ച് യാതൊരു അപകർഷവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പുള്ളിയുടെ പേരിന് എന്തെങ്കിലും കളങ്കം സംഭവിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയിപ്പോൾ കളങ്കം സംഭവിച്ചാലും അത് നമ്മളങ്ങ് സഹിച്ചു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് വാട്ടർലൂവിൽ ജയിച്ചതാരായാലും അവിടെ തോൽവിക്കാണ് പ്രാധാന്യം. അത് നെപ്പോളിയനാണ്. ഇത്തവണത്തെ നോബൽ സമാധാന സമ്മാനം കിട്ടിയതാർക്കാണെങ്കിലും യാതൊരു പ്രാധാന്യമില്ല. കിട്ടാതെ പോയത് ട്രംപിനാണ്. അതുകൊണ്ട് ട്രംപാണ് സത്യത്തിൽ സമാധാന നായകൻ. സമാധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പഠിക്കാത്ത ആളാണ് അദ്ദേഹം. വേണ്ടി വന്ന നോർവേയിലേക്കും സ്വീഡനിലേക്കും പുള്ളി 7ാം കപ്പൽപ്പട അയക്കും. ഏതായാലും അത്രയൊന്നും പോയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും ഈ സമാധാന സമ്മാനം കിട്ടിയ മഹതി അവർ വെനിസ്വേലയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ആ 24 മണിക്കൂറും എതിർക്കുന്ന ആളാണ്. അങ്ങനത്തെ ഒരു പിന്തിരിപ്പൻ മൂരാച്ചിക്കാണ് ഈ സമ്മാനം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് തന്നെ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും സംശയം തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള കംപ്ലീറ്റ് CPIക്കാരും CPMകാരും RSPക്കാരും ഫോർവേഡ് ബ്ലോക്കുകാരും ബാക്കി എല്ലാ ഇടതുപക്ഷക്കാരും ഈ സമ്മാനത്തെ അപലപിക്കുകയാണ്. ഇതിനേക്കാൾ ഭേദം ട്രംപിന് കൊടുക്കരുത് എന്ന് പലരും പറയുന്നുണ്ട്. ഏതായാലും ട്രംപിന് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സൽപ്പേരിന് യാതൊരു കളങ്കവും സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വരും വർഷങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ പുള്ളി മിക്കവാറും വാങ്ങിക്കാതിരിക്കാനുള്ള സാധ്യത. കാരണം ഈ കിട്ടാത്ത മുതിരിങ്ങയ്ക്ക് പുളിപ്പാണ് എന്ന് പറഞ്ഞ പോലെ വൈകി കിട്ടുന്ന മുതിരിങ്ങയ്ക്കും ഭയങ്കര പുളിയാണ്. പുള്ളി ഇനി അത് കൊടുക്കുകയാണെങ്കിൽ വലിച്ച് അവൻ്റെ മുഖത്തേക്ക് എറിയാനുള്ള സാധ്യത. ഏതായാലും ട്രംപ് ഇനിയും ലോക സമാധാനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മഹത്വം ആദിത്യ ചന്ദ്രന്മാരും അമേരിക്കയും ഉള്ളിടത്തോളം കാലം നിലനിൽക്കട്ടെ.
എന്ന് മാത്രം ആശംസിച്ചു. ആ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.